ഇത് വായിക്കടി നീ. അയ്യോ ഒന്നും അറിയാത്ത. ഇല്ലടി വായിക്കടി നീ. വായിക്കടി എന്നെ. ഇല്ലടി നീ ഇത് വായിക്കേ. ഇല്ലടി വായിക്കടി നീ. വായിക്കടി എന്നെ. ഇല്ല സമാധാനം സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരാളാണ് തനൂജ. തനുജയും കുഞ്ഞും തനിച്ചാണ് താമസിക്കുന്നത്. ഭർത്താവായ ജിനു ഗോപി ഇവരുമായിട്ടുള്ള ബന്ധം പോലും വേർപെടുത്താതെ മറ്റൊരു സ്ത്രീയുമായി മാറി താമസിക്കുകയാണ്. അന്ന് ഈ സ്ത്രീ കുഞ്ഞുമായി ജിനുവിന്റെ പുറകെ പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിരുന്നു. അന്ന് ഒത്തിരി പേരാണ് ഈ ഒരു വീഡിയോ കണ്ട് തനൂജയെയും കുഞ്ഞിനെയും സപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇവർ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുകയുണ്ടായി. അങ്ങനെ എല്ലാവരും തനൂജയെയും തനുജയുടെ യൂട്യൂബ് ചാനലും ഏറ്റെടുക്കുകയുണ്ടായി. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം വരുമാനം അതിൽ നിന്ന് തന്നെ ലഭിക്കും. ഇവിടെ തനുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടായത്. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് അമ്മയുടെ സർജറിയാണ്, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ യൂട്യൂബ് വഴി പൈസ ചോദിക്കുകയുണ്ടായി. അതോടുകൂടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഇവരെ വിമർശിക്കാൻ തുടങ്ങി. ആളുകളുടെ വിമർശനങ്ങൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത തനൂജ ഇത്തരം വിമർശനങ്ങൾക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഗ്രാജുവലി അവരുടെ യൂട്യൂബ് ചാനൽസ് വളർന്നു. അത്യാവശ്യം നല്ലൊരു വീട്ടിലേക്ക് മാറി. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു. ഇപ്പം അത്യാവശ്യം ജീവിക്കാനുള്ള എമൗണ്ട് ഒക്കെ അവർക്ക് അതിൽ നിന്നും കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനുജയെ തേടി മറ്റൊരു വിവാദം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തനുജയുടെ മകൾ തനുജ ഇല്ലാത്ത സമയത്ത് ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. എന്നാൽ തനൂജയുടെ ഫോൺ ഓട്ടോമാറ്റിക് റെക്കോർഡായിരുന്നതിനാൽ ഈ സംസാരിച്ച കാര്യങ്ങളെല്ലാം തനൂജ കേട്ടു. ഇതിന്റെ പേരിൽ ലൈവിൽ വന്ന് വളരെ വയലന്റ് ആയി തന്നെ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നത് കാണാം. ഈ ഒരു കുഞ്ഞിന്റെ മെന്റൽ ഹെൽത്തിനെ തന്നെ എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ കുഞ്ഞിനോട് പെരുമാറിയത്. ഹസ്ബൻഡിനോട് തോന്നുന്ന ആ ഒരു പകയും വിദ്വേഷവും നേരെ തന്നെ കാണിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രായമായിട്ടില്ല ആ കുഞ്ഞിന്. തനൂജ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ജിനു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയില് തനൂജ കുഞ്ഞിനെ വഴക്ക് പറയുന്ന ആ ഒരു ഭാഗം ജിനു അതിൽ കാണിക്കുന്നുണ്ട്. തനൂജയോട് ആ കുഞ്ഞിന് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു സ്നേഹം തന്നെ ആ കുട്ടിയുടെ അച്ഛനോടും കാണും. അതിൽ ആ കുട്ടീനെ തെറ്റ് പറയാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളും ജിനുവും ഒത്തുചേർന്ന് പോകില്ലായിരിക്കും, പക്ഷെ കുഞ്ഞിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ആ ഒരു സ്നേഹം അത് കുഞ്ഞിന്റെ അവകാശമാണ്. എന്നാൽ തനുവിന്റെ കാര്യം എടുത്താൽ തനു കടന്നുപോയത് അത്രയും വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ്. പക്ഷെ എന്തൊക്കെയായാലും കുഞ്ഞിനോട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ട ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ജിനുവിന്റെ മറ്റൊരു വീഡിയോ കൂടി കണ്ടു നോക്കാം. കാരണം എനിക്കുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് 100% എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്ര നാൾ അപ്പായി മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചത്. അന്നേരം മോൾ എന്നോട് പറഞ്ഞു അപ്പായി എന്നെ മറന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുമോ? അപ്പായി മോളെ എല്ലാം അറിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ആ എന്നെ ഒന്ന് വിളിച്ചതിന്റെ പേരിൽ എന്റെ കുഞ്ഞിൽ ഒരുപാട് അനുഭവിച്ചു. കാരണം ഞാൻ ഇന്നലെ വീഡിയോ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്സാരം ഞാൻ അവിടെ സേഫ് ആയിരിക്കുന്ന കുഞ്ഞ് സേഫ് ആയിരിക്കുന്ന ഞാൻ ഓർത്ത്. പക്ഷേ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ആ 11 വയസ്സുള്ള ഒരു കുഞ്ഞ് അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നത്. സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്ത് ഇടാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇമേജ് വേറൊന്നല്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാകൃതി വന്നാൽ എന്റെ കൂട്ടുകാർ എന്നെ വേറെ രീതി കാണരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എൻ്റെ അളിയന്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി നിന്നപ്പോൾ ഈ പുള്ളിക്കാരി ഈ പെണ്ണുമ്പിള്ള അവിടെ വന്ന് ആലപ്പുണ്ടാക്കിയതിന്റെ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് ഇടുന്നത്. അത് അവിടുത്തെ അളിയൻ കാണാതെ എന്റെ അവസ്ഥ കണ്ടിട്ട് അളിയൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. തനുവിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ ഭർത്താവിനോട് ഇത്രയും വെറുപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിന്റെ പേരിൽ ആ ഒരു കുഞ്ഞിനോട് ഇത്രക്ക് പൊട്ടിത്തെറിക്കുന്നത് ആ കുഞ്ഞിന് തന്നെ വലിയൊരു ട്രോമ ഉണ്ടാക്കും എന്നതാണ്. കാര്യം ശരിയാണ്, ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അവരുടെ ഹസ്ബൻഡ് അവരോട് ചെയ്തത്. എന്നാൽ ആ ഒരു മോളുടെ ഭാഗത്തുകൂടി തനൂജ ചിന്തിക്കണ്ടേ? തനൂജയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ തനൂജ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാന്യമായിട്ട് ഡിവോഴ്സ് കൊടുത്ത് ആ ഒരു കുഞ്ഞിന് ചെലവിന് കൊടുക്കുകയല്ലേ വേണ്ടത്. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത് ഡിവോഴ്സ് കൊടുക്കുന്നുമില്ല, അതേസമയം തന്നെ മറ്റൊരു സ്ത്രീയുമായിട്ട് മാറി താമസിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ഭാര്യയ്ക്കും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതുകൂടാതെ ആ ഒരു വോയിസിൽ ജിനു കുട്ടീനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും നാളായിട്ട് എന്താണ് വിളിച്ചില്ല എന്നത്.
അപ്പോൾ ഈ ഒരു അച്ഛനും അങ്ങോട്ട് വിളിക്കാമല്ലോ, സ്വന്തം മോളല്ലേ. ആ ഒരു ഫോൺ കോളിന്റെ സ്റ്റാർട്ടിങ് തന്നെ ആ ഒരു കുട്ടിയുടെ വോയിസ് കേട്ടപ്പോൾ തന്നെ ജിനു ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. സ്വന്തം കുഞ്ഞിന്റെ വോയിസ് കേട്ടിട്ട് തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും ആരാണെന്ന് ചോദിക്കുന്നത് എത്രമാത്രം ക്രൂരതയാണ്. അയാൾ ഒരു 1% പോലും സ്നേഹം കാണിക്കാതെ തികച്ചും അന്യരായ ഒരു വ്യക്തിയോട് പെരുമാറുന്നത് പോലെയാണ് ആ കുഞ്ഞിനോട് പെരുമാറിയത്. തനുജയുടെ സ്ഥാനത്ത് മറ്റ് ഏത് സ്ത്രീ ആയാലും വലിയൊരു മാനസിക വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണിത്.